പത്മരാജൻ സാറിനോടൊപ്പം അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരു 2-3 സിനിമകളായപ്പോൾ തന്നെ എനിക്ക് തിരുവനന്തപുരത്തും മറ്റ് ഒക്കെ ഇൻഡസ്ട്രിയിലായിട്ടുള്ള ഒരുപാട് കുറേ നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ മുഖ്യമായിട്ടുള്ളത് ഗാന്ധിമതി ബാലൻ ചേട്ടൻ്റെ ഓഫീസിന് ചുറ്റുപാടുമുള്ള തൈക്കാട്ടിലുള്ള കുറേ അധികം സുഹൃത്തുക്കൾ. എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ്റെ വീട് നിൽക്കുന്നു. അതിന് ഓപ്പോസിറ്റായിട്ടുള്ള ശ്രീ മുരളി നാഗവള്ളി, എനിക്ക് അദ്ദേഹം ഇപ്പോഴില്ല, വേണു നാഗവള്ളിയുടെ കൂടെ ദീർഘകാലം അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരനാണ്. ദീർഘകാലം അസോസിയേറ്റ് ഡയറക്ടറായിട്ടും പ്രിയദർശനോടൊപ്പം അസോസിയേറ്റ് ഡയറക്ടറായിട്ടും പിന്നീട് സ്വതന്ത്ര സംവിധായകനുമായിട്ടൊക്കെ വർക്ക് ചെയ്തുള്ള മുരളിച്ചേട്ടനോടൊപ്പം ഒരു വലിയൊരു സൗഹൃദം എനിക്കുണ്ടായത് കൊണ്ട് തന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ പലപ്പോഴും തിരുവനന്തപുരത്ത് വന്ന് താമസിക്കാനുള്ള ഒരു ഇടമായിട്ട് ഒരു ചെറിയ ഒരു കട്ടിൽ എനിക്കായിട്ട് അദ്ദേഹം കരുതി വച്ചിരുന്നു. അപ്പോൾ അവിടെ ആണ് നന്ദു, ശ്രീകുട്ടൻ, അങ്ങനെ ഗാന്ധിമതി ബാലൻ, ധാരാളം ആ പ്രദേശത്തുള്ള ഒരുപാട് ആൾക്കാർ ഒത്തുചേരുന്ന ഒരു ഇടമായിട്ട് വന്നതുകൊണ്ട് തന്നെ എനിക്ക് സിനിമയിലേക്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരത്താണ് അക്കാലത്ത് കൂടുതൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഒക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ട് കൂടുതൽ ഡബ്ബിങ്ങും എഡിറ്റിങ്ങും ഒക്കെ നടക്കുന്ന തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിലേക്ക് ഒരുപാട് പുതിയ ആൾക്കാരെ എനിക്ക് അവരിലൂടെയൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞു. അങ്ങനെയാണ് മണിയമ്പിള്ള രാജു പ്രൊഡ്യൂസ് ചെയ്ത ഏയോട്ട എന്ന സിനിമയ്ക്ക് വേണു നാഗവള്ളിയോടൊപ്പം വേണുചേട്ടനോടൊപ്പം അസിസ്റ്റൻ്റ് ഡയറക്ടറാകാനായിട്ട് എനിക്ക് ഒരു അവസരമുണ്ടാകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ പത്മനാഭൻ സാറിൻ്റെ കൂടെ അല്ലാതെ വേറെ ആരോടും കൂടെ വർക്ക് ചെയ്യാൻ പോയിട്ടില്ല. കാരണം ഒരു ഗുരുകുല വിദ്യാഭ്യാസ മാതിരി അദ്ദേഹത്തിൻ്റെ സിനിമകൾ മാത്രം ചെയ്യുന്നു. ചിലപ്പം വർഷത്തിലൊരു സിനിമയുണ്ടാകും, അല്ലെങ്കിൽ 1.5 വർഷം കൂടുമ്പോൾ ഒരു സിനിമയുണ്ടാകും. അപ്പോൾ അതൊരു സിനിമയുടെ എണ്ണവും മറ്റു കാര്യങ്ങളല്ല, അദ്ദേഹത്തിനോടൊപ്പം ഇങ്ങനെ ഒരു അനുഭവമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഏയോട്ടയിൽ വർക്ക് ചെയ്യാനായിട്ട് അവർ വിളിക്കുമ്പോൾ ഞാൻ പത്മനാഭൻ സാറിനെ ചെന്ന് കാണുകയുണ്ടായി. അന്ന് അദ്ദേഹം മുതുകുളത്ത് ഉള്ള വീട്ടിലേക്ക് പോയി. അവിടെ വെച്ചാണ് ഞാൻ തിരുവല്ലയിൽ നിന്ന് അദ്ദേഹത്തിനെ പോയി കാണുന്നത്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ പുറത്തുനിന്നൊരു സിനിമയ്ക്ക് എന്നെ സഹായിയായിട്ട് നിൽക്കാൻ വിളിച്ചിട്ടുണ്ട്, സാറ് എൻ്റെ ഒരു അനുവാദത്തിന് വേണ്ടി വന്നതെന്ന് പറഞ്ഞു. അപ്പം സാറ് വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു, നല്ല കാര്യമാണല്ലോ, നീ അങ്ങനെ ഇൻഡസ്ട്രിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണല്ലോ പുറത്തുനിന്ന് ഒരാൾ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വിളിക്കുന്നതെന്ന് പറയുന്നത്. പക്ഷെങ്കിൽ അതല്ല വേണ്ടിയത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ ഒരു അനുഗ്രഹത്തിനോടൊപ്പം ഞാൻ ഈ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പം ഞാൻ സാറിൻ്റെയോടൊപ്പം ഒരു പഴയകാല സമ്പ്രദായം, ഇപ്പോൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ പുതുതായിട്ട്, അപ്പോൾ ഏത് സിനിമയ്ക്ക് തുടങ്ങുന്നതിന് മുമ്പും അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വന്നിച്ചതിന് ശേഷമാണ് സിനിമയിലേക്ക്, അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് വായിക്കാനായിട്ട് പോലും ആ ഒരു രീതിയിലൊക്കെയായിരുന്നു. അപ്പം സാറിൻ്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അദ്ദേഹം അത് നല്ല കാര്യമാണ് പോകുന്നത്, പക്ഷേ ഇതൊരു തൊഴിലാക്കരുത്. ഈ അസിസ്റ്റൻ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് ഒരു തൊഴിലായി കരുതരുത്. കാരണം ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ടെക്നോളജി അല്ലെങ്കിൽ ഇതിൻ്റെ സിനിമയുടെ ഗ്രാമറുകളൊക്കെ പഠിച്ചിട്ട് അങ്ങനെ വലിയ സിനിമകൾ ചെയ്യാമെന്നുള്ളതായിരിക്കല്ലേ മനസ്സിലുണ്ടാവേണ്ടത്. ഒരു കഥയെ ഇവരാരും പറയാത്ത കാഴ്ചകളിലൂടെ, ആംഗിളുകളിലൂടെ പറയാൻ കഴിയണം. അതല്ലെങ്കിൽ ഒരു സ്ഥിരമായ സിനിമയുടെ ഒരു ഗ്രാമറിൽ കൂടെ പോകുന്ന സ്ഥിരം ആൾക്കാരുടെ ഒരു പതിവ് രീതി വിട്ടിട്ട് മനസ്സിൽ കിട്ടുന്ന ഒരു കഥയെ എങ്ങനെ പുതുതായിട്ട് പറയാൻ കഴിയണം. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നതെന്ന് വെച്ചാൽ, എൻ്റെ സിനിമയുടെ പാഠങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ ആർജിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഞാൻ എനിക്കൊന്ന് 89-90 കാലഘട്ടത്തിലാണ് ഏയോട്ടോ. അതിനു മുമ്പ് ഞവരക്കലെ മുതുകുളത്തുള്ള സാറിൻ്റെ വീട്ടിൽ വെച്ച് സാറ് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഇന്നലെ പോലെ ഓർക്കുകയാണ്. കാരണം അതുതന്നെയാണ് ഞാൻ ഒരു സിനിമയെ, അതാണ് എൻ്റെ പാഠങ്ങളെന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഗുരുമുഖത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകൾക്കും അതിൻ്റേതായിട്ടുള്ള മൂല്യം നൽകിക്കൊണ്ടാണ് എന്നുള്ളത് തന്നെയാണ് എനിക്ക് എൻ്റെ അനുഗ്രഹങ്ങളിൽ വലുതായിട്ട് തോന്നുന്നത്. അങ്ങനെയാണ് ഞാൻ ഏയോട്ടോ എന്ന സിനിമയിലേക്ക് വന്നത്. അപ്പം കോഴിക്കോടാണ് എൻ്റെ ഒരു ഷൂട്ടിങ് നടന്നിരുന്നത്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്ന ലാലേട്ടൻ തന്നെയാണ് അതിലെ
നായകൻ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒക്കെ ഉള്ള ഒരു ലൊക്കേഷനായിരുന്നു യെയോട്ടോ എന്ന് പറയുന്നത്. അപ്പം ഞാൻ നമ്മുടെ ഒരു സാധാരണ ഒരു സ്ഥിരം ഒരു പാറ്റേൺ സ്കൂളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സിനിമയുടെ ഋതത്തിൽ പോലും ആ വ്യത്യാസം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. കുറച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികളെ അവരുടേതായിട്ടുള്ള തമാശകൾ, രസങ്ങൾ, കുതിരവട്ടം പപ്പുച്ചേട്ടൻ്റെ ഈ വളരെ രസകരമായ ഒരുപാട് മൊമെൻറ്റുകൾ അല്ലെങ്കിൽ ഡയലോഗുകളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ആ സിനിമയിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഈ സിനിമയുടെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റിനെ ഈ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, ഇംപ്രവൈസേഷൻസ് ഉണ്ട്. അങ്ങനെയാണ് പല ഹ്യൂമർ സിറ്റുവേഷൻ. അതിൻ്റെ അകത്ത് ശ്രീനിവാസൻ ഉണ്ട്, അദ്ദേഹം പോലീസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിനിമ മേക്കിങ്ങിൻ്റെ മറ്റൊരു പാറ്റേണിലോട്ടാണ് യെയോട്ടോ എന്നൊരു സിനിമ സഞ്ചരിച്ചിട്ടുണ്ട്. ഈ യെയോട്ടോ എന്ന ഒരു സിനിമയുടെ ഒരു ലൊക്കേഷനും അതിൻ്റെ ഷൂട്ടിങ്ങും ഒക്കെ എന്നെ ഒരുപാട് കൂടുതൽ എന്താ പറയുക സിനിമ മേഖലയിലേക്ക് എനിക്കൊന്നു തിക്കുറിശ്ശി ചേട്ടനെ കാണുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ ആ ലൊക്കേഷൻ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ അഗസ്റ്റിൻ എന്ന് പറയുന്ന, അപ്പോൾ അന്നൊക്കെ ആൻ അഗസ്റ്റിൻ്റെ അച്ഛൻ പിന്നീട് നടനായി ഇരുന്ന അഗസ്റ്റിൻ ഇപ്പോൾ ഇല്ല. അഗസ്റ്റിനെയൊക്കെ ഒരു നടനാകുന്നതിന് മുമ്പ് ഈ സിനിമാ സൗഹൃദങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ കോഴിക്കോടും അതിൻ്റെ പരിസരങ്ങളും ഒക്കെ ഞാൻ കൂടുതൽ ചുറ്റിക്കാണാനായിട്ടും ഒക്കെ ഇടയുണ്ടായിട്ടുള്ള ഒരു സിനിമ കൂടിയായിരുന്നു. ആ സിനിമയിൽ ഏറ്റവും അധികം എനിക്ക് വളരെ ഹൃദ്യമായ അല്ലെങ്കിൽ ഈ ഒരു അഭിനയത്തിൻ്റെയൊക്കെ എന്താ പറയുക യാതൊരു കെട്ടുപാടുകളൊന്നും ഇല്ലാത്ത തരത്തിലുള്ള വലിയൊരു എന്ന് വെച്ചാൽ നമുക്ക് ഈ ചില നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഈ എത്ര മനോഹരമായ അത് ഒരുപാട് പേരുണ്ട്, ഒരുപാട് ആൾക്കാരെ നമുക്ക് ഇപ്പോൾ ഓർത്തെടുക്കുമ്പോൾ നമുക്ക് പറയാനായിട്ടുണ്ട്. അപ്പം ഈ കുതിരവട്ടം പപ്പു എന്ന് പറയുന്ന ഒരു നടൻ, ഇവരൊക്കെ എത്രയധികം വലിയ തലങ്ങളിലാണ് നമ്മളുടെ അഭിനയ രംഗത്ത് ഉണ്ടായിരുന്നതെന്നുള്ളത് അവർ ചെയ്യുന്ന ആ കഥാപാത്രത്തിൻ്റെ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പകരമായിട്ട് നമുക്ക് അല്ലെങ്കിൽ അങ്ങനെ എന്നുള്ള രീതിയിൽ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിൽ ഒക്കെയുള്ള ഒരു ക്യാരക്ടറിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ചെറിയൊരു സ്പാർക്കോ കാണത്തുള്ളൂ. പക്ഷേ പുള്ളി ആ ഡയലോഗ് ഡെലിവറി ചെയ്യുന്നതിൻ്റെ ചിലപ്പോൾ ഒരു നീട്ടമായിരിക്കാം, അതിലുണ്ടാകുന്ന എക്സ്പ്രഷനായിരിക്കാം, അത് ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു വെട്ടിത്തിരിഞ്ഞുള്ളൊരു നോട്ടമായിരിക്കാം, അതിനുശേഷം വാവ് തുറന്നുള്ളൊരു ചിരിയായിരിക്കും. അപ്പോൾ ഇത് എങ്ങനെ ഈ നർമ്മ എവിടെ നിന്നാണ് എപ്പോഴാണ് വരുന്നത്, നമ്മളിലേക്ക് ഡെലിവറി ആകുന്നതെന്ന് അറിയാൻ പറ്റാത്ത തരത്തിലുള്ള ചില വിസ്മയങ്ങൾ തീർക്കുന്ന അഭിനയം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ടെങ്കിൽ പോലും വളരെ വ്യത്യസ്തമായ രീതിയിൽ അഭിനയത്തിൻ്റെ വലിയൊരു പ്രകടനം ഇന്നും. അതുകൊണ്ട് തന്നെയാണ് ബാബുചേട്ടനൊക്കെ ഇന്നും നമ്മുടെ ഓർമ്മകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വേണുനാഗവള്ളി എന്ന ഒരു നടൻ എന്നുള്ള രീതിയിലാണ് ഞാൻ അദ്ദേഹത്തിന് ആദ്യ ഉൾക്കടൽ എന്നുള്ള സിനിമയിലൂടെ അന്ന് എനിക്കൊന്ന് കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു സമയമാണ്. അപ്പം അങ്ങനെ നമ്മളെ വിഷാദ കാമുകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പരിവേഷമായിട്ടുള്ള വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന ഈ വേണുചേട്ടനെ ജോർജ് സാറിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത് പത്മരാജൻ സാറാണ്. കാരണം വേണുചേട്ടൻ ARലൊക്കെ ഇങ്ങനെ പാർട്ട് ടൈമായിട്ടും അല്ലാതെയൊക്കെ വർക്ക് ചെയ്യുന്നൊരു സമയത്തിൻ്റെ ബന്ധം വെച്ചിട്ടാണ് പത്മരാജൻ സാറും ജോർജ് സാറും തമ്മിലുള്ളൊരു ബന്ധത്തിലൂടെയാണ് ഉൾക്കടൽ എന്ന ജോർജ് ഓണക്കൂർ സാറിൻ്റെ കഥ സിനിമയാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിലേക്കുള്ള ആളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വേണുചേട്ടനെ പത്മനാഭൻ സാർ സജസ്റ്റ് ചെയ്യുന്നത്. ഇത് തന്നെ ഞാൻ വേണുചേട്ടനിൽ നിന്ന് പത്മനാഭൻ സാറിനെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. കാരണം പലപ്പോഴും ഇവരുടെ ഒരു സൗഹൃദത്തിനെക്കുറിച്ചും പലപ്പോഴും റേഡിയോ സ്റ്റേഷനിൽ വെച്ചിട്ടൊക്കെ ചിലപ്പം ചില ആവശ്യങ്ങൾക്ക് സാറിന് പുറത്ത് പോകേണ്ടി വരും, അല്ലെങ്കിൽ പുറത്ത് ആൾക്കാരോട് സംസാരിക്കേണ്ടി വരുമ്പോഴത്തേക്ക് ആ ഡ്യൂട്ടിയൊക്കെ അദ്ദേഹം ചേഞ്ച് ചെയ്ത് എടുക്കുകയും അദ്ദേഹത്തിനെ ഒത്തിരി സഹായിക്കുകയൊക്കെ ചെയ്തതിനെക്കുറിച്ചും ഒക്കെ
വേണുചേട്ടൻ്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വേണുചേട്ടനെ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ വേണുചേട്ടൻ എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു മനസ്സിൽ ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു വേണുചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു സഹോദരനെ പോലെയാണ് എനിക്ക് ഓർക്കുന്നത്. വേണുനാഗവള്ളി എന്ന് പറയുന്ന ഒരു നടൻ അല്ലെങ്കിൽ ഒരു സംവിധായകൻ, ഒരു എഴുത്തുകാരൻ എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്കൊരു ബ്രദറിനെ പോലെയാണ് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തിനോടൊപ്പമാണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ പല വീടുകളിലും ഞാൻ തിരുവനന്തപുരത്ത് പിന്നീട് ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മുറിയിൽ എനിക്ക് ഒരു ഇടം തരുമായിരുന്നു, അല്ലെങ്കിൽ ഭക്ഷണവും ഒക്കെ. വേണുചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ വേണുചേട്ടൻ തിരക്കഥ എഴുതുന്ന സമയം തൊട്ട് ഞാൻ കൂടെ ഉണ്ടാകും. അത് എനിക്ക് തോന്നുന്നത് വേണുചേട്ടൻ എഴുതുകയല്ല ചെയ്യുന്നത്, വേണുചേട്ടൻ പറയുക ചെയ്യുന്നത്. അപ്പം രാവിലെ നമ്മൾ തുടങ്ങും. രാവിലെ വേണുചേട്ടന് സിഗരറ്റുമൊക്കെ വലിച്ചിട്ട് ധാരാളം സിഗരറ്റ് വലിക്കുമായിരുന്നു. വലിച്ചുകൊണ്ട് സീനും ഡയലോഗുകളും ഒക്കെ ഇങ്ങനെ പറയുകയും ഞാനും കോന്നിയൂർ ഭാസ് ചേട്ടനും, കോന്നിയൂർ ഭാസ് ആയിരുന്നു നേരത്തെ അത് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഞാൻ അദ്ദേഹത്തിനോടൊപ്പം ചേർന്നപ്പോൾ ഞാനും കൂടെ ചേർന്ന് ആണ് ഈ പറയുന്നത് ഡിക്റ്റേറ്റ് ചെയ്ത് എഴുതിയെടുക്കുക എന്നുള്ളൊരു പരിപാടി. അപ്പോൾ അത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യമാണ്. കാരണം ഞാനും പലപ്പോഴും എഴുതുവാനായിട്ട് പേന കയ്യിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിങ്ങനെ ആലോചിച്ച് പോകുന്നതല്ലാതെ ഈ പേന ചലിക്കില്ല. അപ്പോൾ ഇതിന് എന്ത് ചെയ്യും എന്നാൽ ചിലപ്പോൾ നമുക്ക് ഒരാളടുത്ത് പറയാൻ പറ്റുവാണെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു കഥ പറയാൻ പറ്റും. പക്ഷേ ആ കഥ പറയുന്ന കാര്യം എഴുതാൻ പറ്റും. അപ്പോൾ ഇത് തമ്മിലൊരു സിങ്ക്രണൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പോൾ ഞാനും ഇത് പറഞ്ഞതിൻ്റെ തൊട്ട് ഒരു റെക്കോർഡർ വാങ്ങിക്കണമല്ലോ. റെക്കോർഡർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്തിട്ട് പിന്നീട് അത് എഴുതിയെടുക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേണുചേട്ടൻ ഇങ്ങനെ. അദ്ദേഹത്തിനോടൊപ്പം ഞാൻ 5 സിനിമകളോളം വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സിനിമകൾക്കെല്ലാം തന്നെ ഈ സീനുകൾ അദ്ദേഹം പറയുകയും നമ്മളിങ്ങനെ എഴുതിയെടുത്തിട്ട് അത് പിന്നെ വായിച്ച് കേൾപ്പിക്കുകയൊക്കെ ചെയ്യുന്ന. ഇന്നത്തെ മാതിരി ഒരു DTP സമ്പ്രദായങ്ങളൊന്നുമില്ല. ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറിൻ്റെ ആദ്യത്തെ ഒരു യോഗ്യതയിലാണ് നല്ല വൃത്തിക്ക് നല്ല വടിവത്ത കൈയക്ഷരത്തോടുകൂടി എഴുതാൻ സാധിക്കുന്നു എന്ന് പറയുന്നതാണ് അവൻ്റെ ഒരു നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ളൊരു കാര്യം. ഞാനത്ര വൃത്തിക്ക് എഴുതുന്ന ആളല്ല. കാരണം കുറച്ച് മടിയും ഉഴപ്പമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ എഴുത്തിലും എല്ലാം അതിൻ്റെ ഒരു അക്ഷരങ്ങളുടെ വളവുകൾക്കുണ്ടാകും. പക്ഷേ നിലനിൽപ്പ് ഒരു പ്രശ്നമെന്ന് തോന്നുമ്പോഴത്തേക്ക് ഈ മടിയൊക്കെ മാറും. അതുകൊണ്ട് തന്നെ വളരെ ഉരുട്ടി നല്ല വൃത്തിയായിട്ട് മറ്റുള്ളവർക്ക് വായിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എഴുതാൻ പഠിച്ചത് വേണമെങ്കിൽ ഈ വേണുചേട്ടനോടൊപ്പം ഈ കേട്ടെഴുത്തിലായിരിക്കും. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12 ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99954422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. എനിക്കൊക്കെ ഉണ്ടായൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വേണുചേട്ടൻ അഭിനയിച്ചിട്ടുമൊക്കെയാണ് ഡയലോഗ് പറയുക. അപ്പം എങ്ങനെ ഒരു സിറ്റുവേഷനെ ഒരു സംവിധായകൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു നടൻ എങ്ങനെയാണ് അത് ഉൾക്കൊള്ളുന്നത്, അതിൻ്റെ ഒരു ഇമോഷനിൽ എന്തൊക്കെ പറയാൻ പറ്റും എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു എഴുതിക്കുന്ന ഒരാൾക്ക് ആ ഒരു ഭാവത്തിനെ ഉൾക്കൊണ്ടുകൊണ്ടല്ലാതെ എഴുതി വെക്കുന്നത് ഒരു വടിവുള്ളതാവുകയും അത് കഥാപാത്രത്തിന് അത് ഡെലിവറി ചെയ്യാൻ പറ്റാതാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. പലപ്പോഴും പല സിനിമയുടെയും ഡയലോഗുകൾക്ക് ആ ഒരു ഭംഗി നഷ്ടപ്പെടാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പക്ഷേ നമ്മൾ വളരെ സംസാര ഭാഷയിലേക്ക് വളരെയധികം കൊളോക്കിയലായിട്ട് തന്നെ അത് മാറുന്നു എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് എടുത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് ആയിരിക്കാം ചിലപ്പോൾ ആ മാറ്റം ഉണ്ടാകുന്നത്. പത്മനാഭൻ സാറൊക്കെ എഴുതുന്ന ഒരു ഡയലോഗുകൾ ഒരു അല്പം പോലും ഏതെങ്കിലും തരത്തിൽ മാറ്റി പറയാനായിട്ടുള്ളൊരു അനുവാദം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല. കാരണം അതിനൊരു കേൾവിയുടെ ഒരു സുഖമുണ്ട്. അതായത് എനിക്ക് തോന്നിയിട്ടുള്ള പത്മനാഭൻ സാറിൻ്റെ ഒരു സ്ട്രക്ചർ വരുമ്പം അദ്ദേഹം നമ്മൾ സാധാരണ എഴുതുന്ന ഒരു അക്ഷരങ്ങളുടെ അല്ലെങ്കിൽ ആ വാക്കുകൾ നിരത്തി വെക്കുന്നതിന് അവസാനത്തെ വാക്കായിരിക്കും ചിലപ്പോൾ ആദ്യത്തേക്ക് വരുന്നത്. അപ്പം ഈ സ്ട്രക്ചർ ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ കേൾക്കുമ്പം നമുക്കൊരു പുതിയ കേൾവി ഉണ്ടാകും.
ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നതാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങോട്ടൊന്ന് മാറ്റി വീഴുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്താണെന്ന് എന്ന് വെച്ചാൽ എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അത് ചിലപ്പം അതിൽ കൂടെ ആയിരിക്കും ഒരു ക്യാരക്ടറിൻ്റെ സ്വഭാവം, അയാളുടെ മാനസികാവസ്ഥ. നമ്മൾ ഒരു സിറ്റുവേഷനിൽ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ആ സിറ്റുവേഷൻ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചിലപ്പം ഓർമ്മയിൽ നിന്ന് അല്ലെങ്കിൽ വളരെ ബുദ്ധിപരമായി പറയാതെ ചിലപ്പം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ പോകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഡയലോഗുകളുടെ എഴുത്തുകളിൽ വരേണ്ടതാണ്. അപ്പം ഇത് നല്ല രീതിയിൽ പ്രത്യേകിച്ച് വേണിച്ചേട്ടൻ ഇങ്ങനെ ഈ അഭിനയിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ നടന്നുകൊണ്ട് ഇങ്ങനെ ഇത് പറയുമ്പോൾ ആ എഴുത്തും ആ പറയുന്ന വാക്കുകളുടെ എല്ലാ കുനുപ്പുകളും വള്ളികളും നീട്ടങ്ങളും എല്ലാം ആ എഴുത്തിലും ഉണ്ടാകുമ്പോഴാണ് അതൊരു കറക്റ്റായിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേ ആയിട്ട് മാറുന്നത്. അപ്പം അതെനിക്ക് തോന്നുന്നു വേണിച്ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പം എനിക്ക് ഓർത്തെടുക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ടോറിയൽ വെഞ്ചേഴ്സിനെക്കാട്ടും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളതിന് അദ്ദേഹത്തിനോടൊപ്പം സ്ക്രിപ്റ്റിൽ ഞാൻ സഹകരിച്ച, അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടെഴുതാൻ സാധിച്ച ദിവസങ്ങളാണ് എൻ്റെ മനസ്സിൽ ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഡിസിപ്ലിൻ എന്നുള്ള കാര്യത്തിലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാനും ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. വേണിച്ചേട്ടൻ ഇപ്പം പാം ഗ്രൂവിൽ മദ്രാസിൽ താമസിക്കുന്ന, ഇപ്പം എഡിറ്റിങ്ങിനോ മറ്റു കാര്യത്തിനും താമസിക്കും. വേണിച്ചേട്ടന് വളരെ നിർബന്ധമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുറിയുടെ ചേർന്ന് പുള്ളിയുടെ അസോസിയേറ്റ് താമസിക്കണം എന്ന് വെച്ചാൽ എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. അത് തന്നെയല്ല, നമുക്കും ആ ഒരു മാന്യത അദ്ദേഹം തരികയാണ്. അതുകൊണ്ട് തന്നെ ഈ ഷൂട്ടിങ്ങിനൊക്കെ പോകുന്ന ഇടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മുറികൾക്ക് ചുറ്റുപാടുകളിലായിരിക്കും ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് 1-2 പേരെങ്കിലും താമസിക്കുന്നതെന്ന് പറയാം. ചില ദിവസങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് നമ്മൾ റൂം തുറന്ന് കോറിഡോറിലോട്ട് നോക്കുമ്പം തൊട്ടടുത്ത മുറിയിൽ കുളിച്ച് മുടിയൊക്കെ ചീകി കുറിയൊക്കെ തൊട്ട് ജുബയൊക്കെ ഇട്ട് ഇങ്ങനെ സിഗരറ്റ് വലിച്ചുകൊണ്ട് പുറത്തിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന വേണിച്ചേട്ടനെ ആയിരിക്കും കാണുന്നത്. അപ്പം നമ്മൾ ചിലപ്പോൾ ഷർട്ട് ഒന്നും ഇട്ടിട്ടില്ല, കുളിച്ചിട്ടൊന്നും ഉണ്ടാകും. അപ്പോൾ പിന്നെ ഓടിപ്പോയി നമ്മൾ കുളിച്ച് റെഡിയാകുകയാണ്. അപ്പോൾ ആ സെറ്റിൽ ആദ്യം റെഡിയായി നിൽക്കുന്ന ഒരാൾ ഈ സിനിമയുടെ ഡയറക്ടർ എന്നുള്ള രീതിയിൽ വേണുനാഗവള്ളിയായിരിക്കും. അപ്പോൾ ഞാനൊക്കെ അതിൻ്റെ അകത്ത് പഠിച്ചിരിക്കുന്നതെന്ന് നെക്സ്റ്റ് ഡേയിൽ വേണിച്ചേട്ടൻ കുളിച്ച് റെഡിയായി പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഞാൻ റെഡിയായി ഞാൻ ഈ കോറിഡോറിൽ വന്ന് നിൽക്കും. കാരണം പുള്ളി അന്ന് കുളിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിന് മുമ്പ് ഞാനുണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക, ചില മത്സരം പോലെ ചില ശീലങ്ങളെ ആക്കിയെടുക്കാനായിട്ട് അത് ഇന്നും അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ സെറ്റിൽ ഏറ്റവും താമസിച്ച് കിടക്കുന്നതും ഏറ്റവും ആദ്യം പുലർന്നെഴുന്നേറ്റ് നിൽക്കുന്നതും ഞാൻ കിടക്കുമ്പോൾ എൻ്റെ മുറി ഞാൻ സാഷ ഇടാറില്ല, കുറ്റി ഇടാറില്ല. കാരണം പ്രഭാതത്തിൽ ഒരു ചായയുമായിട്ട് ഒരാൾ വരുമ്പോൾ ഞാൻ ഉണർന്ന് കിടക്കുമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ വായിച്ചിട്ടോ എഴുതിയിട്ടോ ആയിരിക്കും. എൻ്റെ മുറിയിൽ ഒരാൾ തട്ടുന്നത് കൊട്ടുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തത്. എന്നാൽ കാരണം ഞാൻ എൻ്റെ മുറി തുറന്ന് കിടക്കുകയും ലൈറ്റ് ഉണ്ടായിരിക്കും ആൾ വരുമ്പോൾ. എന്ന് വെച്ചാൽ അയാൾ എനിക്ക് മുമ്പേ എഴുന്നേറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാളോടൊപ്പം ഞാനും എഴുന്നേറ്റിട്ടുണ്ടാകും. അതൊരു എന്താ പറയുക, ഞാൻ എൻ്റെ ഒരു ക്യാപ്റ്റൻസിയുടെ ഒരു അല്ലെങ്കിൽ ഞാൻ ആർജിച്ചെടുത്ത ചില അത് എത്ര വൈകി കിടന്നാലും എനിക്കൊന്നും പല സിനിമകളിലും ഒക്കെ വളരെ ലേറ്റായിട്ടൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു സമയത്തൊന്ന് അപ്പോഴാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് കാണിച്ചു കൊടുക്കുന്നതായിരിക്കണം. നമുക്ക് പറയാൻ കഴിയണം, നമ്മൾ ചെയ്തിട്ട് വേണം കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്ന പോലുള്ള. അപ്പം എനിക്ക് തോന്നുന്നു അതിൻ്റെയൊക്കെ ഒരു ഓർമ്മയിൽ നിന്ന് എടുക്കുമ്പോൾ ആദ്യത്തെ അനുഭവം ഈ വേണിച്ചേട്ടനോട് വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് റെഡിയാകുന്ന വേണിച്ചേട്ടനോടുള്ള ഒരു കോമ്പറ്റീഷൻ പോലെ ഞാൻ തുടർന്നിട്ടുന്ന ഒരു കാര്യമാണ്. ഏയോട്ടയ്ക്ക് ശേഷം കിഴക്കുണരും പക്ഷി എന്ന സിനിമയാണ് വേണിച്ചേട്ടനായിട്ട് ചെയ്തിട്ടുള്ളത്. അതിനിടയ്ക്ക് ഞാൻ പത്മനാഭ സാറിനോടൊപ്പം മറ്റു സിനിമകൾ ചെയ്തിരുന്നു. അപ്പം ഈ കിഴക്കുണരും പക്ഷിയുടെ സമയമായപ്പോഴത്തേക്ക് ഈ മുരളി നാഗവള്ളി, അതുവരെ അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്ത മുരളി നാഗവള്ളി പ്രിയദർശനോടൊപ്പം അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ധാരാളം തിരക്കുകളിലേക്ക് വന്നപ്പോൾ വേണിച്ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഒരു അസോസിയേറ്റ് റാങ്കിലേക്ക് അങ്ങനെ
അപ്പോൾ ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഈ റാങ്കിങ് വലിയൊരു ആവശ്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു അസോസിയേറ്റ് റാങ്കിൽ വന്നതിന് ശേഷമാണ് പിന്നീട് ഒരു ഡയറക്ടറായിട്ട് എത്തേണ്ടത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള അതിൻ്റെ വളർച്ചയുടെ ഒരു ഭാഗമാണ്. അപ്പം വേറൊരാളുടെ ഒരു അസോസിയേറ്റ് ആവുക എന്ന് പറയുന്നത് വലിയ ഒരു ക്രെഡിറ്റുള്ളൊരു കാര്യമാണ്. അപ്പം ഞാനും സുധീഷും കൂടെ ഉള്ള ഉദുമയിലുള്ള സുധീഷ് ഷാജി അൻകാറുണ്ണ അരവിന്ദേട്ടൻ ഇവരുടെയൊക്കെ കൂടെയൊക്കെ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ഈ കിഴക്കുണരും പക്ഷിയിലെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. കിഴക്കുണരും പക്ഷി ഒരു മ്യൂസിക്കൽ എൻ്റർടൈനർ എന്നുള്ള രീതിയിലുള്ള ഒരു സിനിമയാണ്. ധാരാളം പാട്ടുകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സിനിമയാണ് കിഴക്കുണരും പക്ഷി. ശങ്കർ ഒരു വില്ലൻ ക്യാരക്ടറായിട്ടൊക്കെ ഒരു ഗായകനായിട്ടൊക്കെ വരുന്നതാണ്. അപ്പം മോഹൻലാലും ശങ്കറും ഒക്കെ അഭിനയിക്കുന്ന ഒരു സിനിമയുടെ ഒരു പശ്ചാത്തലവും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലൂടെ എനിക്ക് അങ്ങനെയാണ് ഈ രവീന്ദ്ര മാഷിനെ ഇപ്പം യോട്ടയിൽ അദ്ദേഹമായിരുന്നെങ്കിൽ പോലും ആ സമയത്തൊന്നും ഈ മ്യൂസിക് ഡയറക്ടറുമായിട്ടൊന്നും അത്ര ഇടപഴകുന്ന ഒരു രീതിയിലേക്കൊന്നും നമുക്ക് സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ കിഴക്കുണരും പക്ഷിയൊക്കെ എത്തുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്രാസിലും മറ്റു കാര്യങ്ങളും നമുക്കും വേണിച്ചേട്ടനോടൊപ്പം കൂടുതൽ യാത്ര ചെയ്യാനായിട്ട് വന്നപ്പോഴാണ് ഈ രവീന്ദ്ര മാഷിനെ കൂടുതൽ അടുത്ത് സംസാരിക്കാനും. അപ്പം രവിയേട്ടനെ സംബന്ധിച്ചിടത്തോളം രവിയേട്ടൻ പാടിയിട്ടാണ് അതിൻ്റെ ഒരു മ്യൂസിക്കിലേക്കൊക്കെ പലപ്പോഴും പാടി അതിൻ്റെ ഒരു പിച്ചൊക്കെ എടുത്ത് ഇങ്ങനെ ഒരു ഹമ്മിങ്ങൊക്കെ അങ്ങനെ വലിയ രീതിയിൽ പാടുന്ന സമയത്ത് അപ്പം നമ്മൾ അതിൻ്റെ ഒരു കമ്പോസിങ്ങിൻ്റെ ഒരു സമയത്ത് തന്നെ നമുക്കതിൻ്റെ ഒരു പാട്ട് ഒരിക്കലും ഒരു സാധാരണ ഒരു ലെവലിൽ പോകുന്നൊരു പാട്ടായിരിക്കത്തില്ല. അപ്പം അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ആണെങ്കിലും അതെല്ലാം വളരെ വ്യത്യസ്തമായിട്ട്. അപ്പം അങ്ങനെ ഒരു പ്രത്യേകിച്ച് വേണിച്ചേട്ടനും രവിയേട്ടനുമായിട്ടൊക്കെ ഒരു വലിയൊരു ആത്മബന്ധം പുലർത്തിയിരുന്നതാണ്. അപ്പം എനിക്ക് വേണുനാഗവള്ളി എന്ന ഒരു ഡയറക്ടർ അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപാട് നന്മകളിൽ കൂടെ സൗഹൃദങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സുഹൃത്തെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരുപാട് സ്നേഹിക്കുകയും അദ്ദേഹത്തിനെ ചേർത്ത് നിർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഈ മോഹൻലാലും വേണുനാഗവള്ളിയും തമ്മിലൊക്കെയുള്ള ഒരു ബന്ധമെന്ന് പറഞ്ഞാൽ അത്രയധികം ഈടുറ്റതാണ്. ഇപ്പം സുഖമോദേവി ഒക്കെ തുടങ്ങി അല്ലെങ്കിൽ അതിനു മുമ്പും ഒക്കെ തുടങ്ങിയിട്ടുള്ളൊരു ബന്ധമായിരിക്കാം. അപ്പം ഇതെനിക്ക് ഈ അയോട്ടയിലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്, കിഴക്കുണരും പക്ഷിയിലും കൂടൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ബാലചന്ദ്രമേനോൻ്റെയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നതാണ് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്ന് പറയുന്ന അഹത്തിൻ്റെ പാട്ടുകളൊക്കെ എഴുതിയ ഒരാളാണ് അദ്ദേഹവും. ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ല എന്നുള്ളതാണ് ഒരു ദുഃഖകരമായ കാര്യം. അപ്പം അങ്ങനെ സിനിമയിൽ വ്യത്യസ്തമായ മേഖലകളിൽ വലിയ കയ്യൊപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് പോലും തുടർന്ന് അത് ജീവിതത്തിനെ ഗുണകരമായി ബാധിക്കാതെ അല്ലെങ്കിൽ അതിൻ്റെ ഉയർച്ചകളിലേക്കൊക്കെ എത്താതെ പോയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഉയരങ്ങളിൽ എത്തുന്നവരെയാണ് നമ്മൾ കൂടുതൽ കാണുക.